എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടു കാണില്ല. ചെറിയൊരു വോയിസ് റെസ്റ്റ് ആവശ്യമായിട്ട് വന്നു. അതിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഈ ആർഗ്യുമെന്റിന്റെ ഇടയിൽ അറിയാതെ കരഞ്ഞു പോകുന്ന കുറച്ച് വ്യക്തികളെ കുറിച്ചാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പലരെയും അറിയാമായിരിക്കാം. നമ്മൾ അടിപിടി കൂടുന്ന സമയങ്ങളിൽ ആർഗ്യുമെന്റിന്റെ ഇടയിലായിരിക്കാം സ്വന്തം വാദം പറയാൻ ശ്രമിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ കരഞ്ഞു പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചിലര് ആർഗ്യുമെന്റിന്റെ ഇടയിൽ തന്റെ വാദം സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവര് കരഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് അവരവരുടെ വാദം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ സമർത്ഥിക്കാനുള്ള സാമർഥ്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് കരഞ്ഞു പോകേണ്ടി വരുന്നത് എന്നാണ്. പക്ഷെ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ഇത്തരത്തിൽ കരഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ ഇമോഷൻസ് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിൽ അവർക്ക് ഒരു ഇമോഷൻ ആയിരിക്കില്ല വരുന്നത്. അവർക്ക് സങ്കടം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, നിരാശയുണ്ടാവും, നാണക്കേടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷൻസിന്റെ ട്രിഗർ കാരണം ഹൈലി സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അത്രമാത്രം ഹൈലി ടെൻസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ അത്രമാത്രം ഹൈലി സ്ട്രെസ്ഡ് ആവുമ്പോൾ ഇമോഷൻസിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരം തന്നെ ടിയേഴ്സിന് അല്ലെങ്കിൽ കണ്ണുനീരിന് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ണീരിലൂടെ അവരുടെ ആ ഒരു ഇമോഷൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ഹൈ സ്ട്രെസ്സിനെ കുറയ്ക്കാനാണ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനാണ് ശരീരം ആ ഒരു സമയത്ത് ശ്രമിക്കുന്നത്. സോ ഇത്തരത്തിൽ ആർഗ്യുമെന്റ് നടക്കുന്നതിന്റെ ഇടയിൽ കരഞ്ഞു പോകാനുള്ള ഒരു റീസൺ നിങ്ങൾ തോറ്റു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു വാദം പറഞ്ഞു പൂർത്തീകരിക്കാനുള്ള സാമർഥ്യമില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങൾ ഹൈലി സ്ട്രെസ്ഡ് ആവുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കണ്ണീര് പുറപ്പെടുവിച്ചുകൊണ്ട് നിങ്ങളെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് എത്തിക്കുകയാണ് ബോഡി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കരഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ആ വ്യക്തി ഹൈലി സ്ട്രെസ്ഡ് ആവുന്നത്? ഒന്നിൽ കൂടുതൽ ഇമോഷൻസ് വരുന്നത് കൊണ്ടാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളോട് ആർഗ്യുമെന്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഇമോഷൻസ് അവിടെ വരുന്നത്? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന വ്യക്തി ആ വ്യക്തിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒന്നിൽ കൂടുതൽ ഇമോഷൻസ് വരികയും അത് അവരെ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവര് കരയുന്നത് നിങ്ങളോട് ചെയ്യിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ, നിങ്ങളോട് ആർഗ്യുമെന്റിന് കണ്ടിന്യൂ ചെയ്യാനുള്ള സാമർത്ഥ്യം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്കത് അവരുടെ ഒരു കഴിവില്ലായ്മയായിട്ട് നിങ്ങൾ അതിനെ ഒരിക്കലും കാണാൻ പാടില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അവരത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് നിങ്ങളോട് ആർഗ്യുമെന്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ഭാഗത്ത് അവരത്ര ആത്മാർത്ഥത കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ആത്മാർത്ഥത നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവർക്ക് കഴിയുന്നില്ല. എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു നിരാശയും സങ്കടവും, അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ഇത്തരത്തിൽ മനസ്സിലാക്കിയല്ലോ എന്നുള്ള നാണക്കേടും ഒക്കെ കൊണ്ടാണ് അവരോട് കരഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്നും ആരെങ്കിലും കരഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ അവരത്രമാത്രം ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് നിങ്ങളോട്. അത് മാത്രമല്ല, നിങ്ങൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളോടുള്ള അത്രമാത്രം സ്നേഹം കൊണ്ടാണ് അവർക്ക് അങ്ങനെ അവരുടെ വാദം പൂർത്തീകരിക്കാൻ കഴിയാതെ അവരോട് കരഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരക്കാരോട് കൂടുതൽ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആണ്. കാരണം ഇത്രയും ആത്മാർത്ഥതയും സ്നേഹമുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ ഇത്തരക്കാര് എന്ത് ചെയ്യുക? വെറുതെ അനാവശ്യമായിട്ട് അടിപിടി കൂടി ആർഗ്യുമെന്റ് ഒക്കെ ചെയ്ത് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അത്തരക്കാരെ എന്ത് ചെയ്യുക? ചേർത്ത് പിടിക്കുക. അത്തരത്തിൽ കരയുന്ന കാണുമ്പോൾ വീണ്ടും അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജയം നിങ്ങൾ ആഗ്രഹിക്കരുത്. അവിടെ അത് സ്റ്റോപ്പ് ചെയ്യണം. അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ വേഗം തന്നെ കാം ഡൗൺ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഹൈലി സ്ട്രെസ്ഡ് ആണ് അവിടെ. സോ ബോഡിക്ക് തന്നെ ഇത് മോശമായിട്ട് ഭവിക്കാം എന്ന ഒരു സൂചന ലഭിക്കുന്നത് കൊണ്ടാണ് ബോഡി പെട്ടെന്ന് തന്നെ ടിയേഴ്സ് പുറപ്പെടുവിക്കുകയും അവരുടെ ഒരു ബാലൻസ് സോണിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അവരുടെ ശരീരം തന്നെ അവരെ സേഫ് സോണിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ട്രിഗർ ചെയ്തിട്ട് അതിനെ വഷളാക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും
ബൈ ബൈ, സീ യു.